അമേരിക്കയും പാകിസ്ഥാനും ഉണ്ടാക്കിയ ഒരു രഹസ്യ സ്വഭാവമുള്ള കരാർ 500 മില്യൺ ഡോളറിൻ്റെ ഉടമ്പടിയാണ് ഉണ്ടാക്കിയത്. ഇത് തയ്യാറാക്കിയത് ട്രംപും പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീറും മുൻകൈയെടുത്താണ്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇതിനൊക്കെ മൂകസാക്ഷിയായി ഉണ്ടായിരുന്നെങ്കിലും അസീം മുനീർ മുൻകൈയെടുത്ത് തയ്യാറാക്കിയ ഒരു ഉടമ്പടിയാണ് ഈ 500 മില്യൺ ഡോളറിൻ്റെ. അതായത് പാകിസ്ഥാനിലെ അമൂല്യമായ ധാതു സമ്പത്തുകൾ ഖനനം ചെയ്യാൻ അമേരിക്കയ്ക്ക് അനുമതി കൊടുക്കുന്ന ഒരു കരാറാണ് ഇത്തരത്തിൽ തയ്യാറാക്കിയത്. അപ്പോൾ ഈ കരാർ ഇപ്പോൾ നടപ്പിലാക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഈ കരാർ പ്രകാരം പാകിസ്ഥാനിലെ ധാതു സമ്പത്തുകളുടെ സാമ്പിൾ കൺസൈൻമെന്റ് പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയിലേക്ക് അയച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. വൈറ്റ് ഹൗസ് ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരു വിവാദമായ ഒരു ചിത്രം സഹിതമാണ് വൈറ്റ് ഹൗസ് ഈ വാർത്ത പുറത്തുവിടുന്നത്. ആ ചിത്രത്തിൽ കാണുന്നത് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ഒരു സ്യൂട്ട് കേസ് തുറന്ന് പ്രസിഡന്റ് ട്രംപിനെ കാണിക്കുന്നതാണ്. ഈ സ്യൂട്ട് കേസിനുള്ളിൽ ഈ അമൂല്യ ധാതു വസ്തുക്കളുടെ സാമ്പിളുകൾ കാണിച്ചിട്ടുണ്ട്. ഈ സാമ്പിളുകൾ കാണിച്ചു കൊടുക്കുന്ന ഒരു ചിത്രമാണ് അത്. ഈ അസീം മുനീറും ട്രംപുമായിട്ടുള്ളൊരു ചിത്രമാണ് വൈറ്റ് ഹൗസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രം പാകിസ്ഥാനിൽ വലിയ വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം സൈനിക മേധാവി ഒരു സെയിൽസ്മാനായി മാറി എന്നുള്ളതാണ് അവരുടെ ആരോപണം. ഒരു രഹസ്യ ഉടമ്പടി അമേരിക്കയുമായിട്ടുണ്ടാക്കുന്നു. അതുപ്രകാരം പാകിസ്ഥാനിലെ അമൂല്യമായ ധാതു സമ്പത്തുകൾ അമേരിക്കയ്ക്ക് വിറ്റുതുലയ്ക്കുന്നയാളായി അസീം മുനീർ മാറി എന്നുള്ളതാണ് ആക്ഷേപം. ഇക്കാര്യത്തിൽ പാകിസ്ഥാനിലെ നിലവിലെ പ്രതിപക്ഷമായ ഇമ്രാൻഖാന്റെ പാർട്ടി തെഹ്രീക്കെ ഇൻസാഫ് അവർ വലിയ ഒരു പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. കാരണം ഇത്തരത്തിലൊരു കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ്. രാജ്യത്തിൻ്റെ അമൂല്യമായ, കാരണം ഇത്രയും വലിയ മൂല്യമുള്ള വില പിടിച്ച ധാതു സമ്പത്തുകൾ തുച്ഛമായ വിലയ്ക്ക് ചിലരുടെയൊക്കെ ലാഭ താല്പര്യങ്ങൾക്ക് മാത്രം കണക്കിലെടുത്ത് വിറ്റുതുലയ്ക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. ഏതായാലും ഇവർ ഈ ഒരു സാമ്പിൾ അവിടെ ഈ ബലൂജ് അടക്കമുള്ള മേഖലയിലുള്ള ഖനികളിൽ നിന്ന് കിട്ടുന്ന അമൂല്യമായ ധാതു സമ്പത്തുകളുടെ സാമ്പിളുകളാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് കൊടുത്തു വിട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ സാമ്പിളുകളിലുള്ളത് ഒന്ന് ആൻറ്റിമണി എന്ന് പറയുന്ന ഒരു ധാതു സമ്പത്ത്, അതേപോലെ കോപ്പർ കോൺസെൻട്രേറ്റ്, നിയോഡിമിയം, അതേപോലെ പ്രസോഡിമിയം എന്ന് പറയുന്ന വസ്തുക്കളുടെ സാമ്പിളുകളാണ് കൊടുത്തയച്ചിരിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ മാധ്യമമായ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പാകിസ്ഥാനും അമേരിക്കയുമായിട്ടാണ് കരാറെങ്കിലും അത് ആ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിരിക്കുന്നത് അമേരിക്കയിലുള്ള US സ്ട്രാറ്റജിക് മെറ്റൽ USSM എന്ന് പറയുന്ന സ്ഥാപനവും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗമായ ഫ്രണ്ടിയർ വർക്ക്സ് ഓർഗനൈസേഷൻ FWO ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ആ കരാറിൻ്റെ ഉള്ളടക്കം പാകിസ്ഥാനിലെ ഇത്തരം അമൂല്യമായ ധാതു സമ്പത്തുകൾ ഖനനം ചെയ്ത അതിൻ്റെ വസ്തുക്കൾ അവിടെ നിന്നെടുത്ത് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളടക്കം മാറ്റുന്നതിലേക്കായിട്ടുള്ള നിക്ഷേപം നടത്താൻ അമേരിക്കൻ കമ്പനി മുതൽ മുടക്കും എന്നുള്ളതാണ്. 500 മില്യൺ ഡോളർ മുതൽ മുടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാമ്പിളുകളാണ് ഈ പറയുന്ന അമേരിക്കയിലോട്ട് ഇപ്പോൾ കയറ്റി വെച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗമായ FWO അവർ മുൻകൈയെടുത്താണ് പ്രാദേശികമായി ഈ ഖനികളിൽ നിന്ന് ഈ സാമ്പിളുകളൊക്കെ ശേഖരിച്ച് അമേരിക്കയിലോട്ട് കയറ്റി അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഒച്ചപ്പാടും ബഹളവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് പ്രധാന കാരണം. പക്ഷേ അതേപോലെ തന്നെ പാകിസ്ഥാൻ ഈ കാര്യത്തിൽ അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് ഇത്ര വലിയ ധാതു സമ്പത്തുകൾ ഞങ്ങളുടെ രാജ്യത്തുണ്ട്, 6 ട്രില്യൺ ഡോളറിൻ്റെ മൂല്യമാണ് അത് കണക്കാക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ്റെ അവകാശവാദം. പക്ഷേ ഈ പറയുന്ന ധാതു സമ്പത്തുകൾ ഖനനം ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ചൈനയിൽ നിന്നടക്കം വലിയ വലിയ കമ്പനികൾ പാകിസ്ഥാനിൽ വന്ന് മുതൽ മുടക്കിയെങ്കിലും അവർ പ്രതീക്ഷിച്ചത്ര ലഭ്യത അല്ലെങ്കിൽ മുടക്കുന്ന പൈസയ്ക്കനുസരിച്ചുള്ള മൂല്യം അവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് കണ്ട് പല കമ്പനികളും പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. അവിടെയാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി മുൻകൈ എടുത്ത് അമേരിക്കയെ ക്ഷണിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മറ്റൊരു സംഗതിയും കൂടി ഇവിടെ വരുന്നുണ്ട്. കാര്യം അസീം മുനീർ എന്തുകൊണ്ട് ഇതിനു വേണ്ടി തയ്യാറാകുന്നു എന്നുള്ളതിന് പിന്നിൽ മറ്റൊരു രഹസ്യ അജണ്ട കൂടിയുണ്ട്. ഈ ധാതു സമ്പത്തുകൾ അമേരിക്കയിലോട്ട് സുഗമമായി എത്തുന്നതിന് വേണ്ടിയിട്ട് അവർ പസ്നി എന്ന് പറയുന്ന ഒരു തുറമുഖം നവീകരിക്കാൻ കൂടി അമേരിക്കയോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അമേരിക്ക ഈ പസ്നി എന്ന് പറയുന്ന തുറമുഖത്ത് 1.2 ബില്യൺ ഡോളർ മുതൽ മുടക്കണം എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ആവശ്യം. അതുകൂടാതെ പടിഞ്ഞാറൻ മേഖലയുമായി ഈ പസ്നി തുറമുഖത്തെ ബന്ധിപ്പിക്കാനായിട്ട് ഒരു റെയിൽവേ ലൈനും നിർമ്മിക്കാൻ പാകിസ്ഥാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഈ കരാർ പ്രകാരം ഈ കൊടുത്ത സാമ്പിളുകളൊക്കെ ഫലവത്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ അമേരിക്ക വൻതോതിൽ നിക്ഷേപം നടത്തും. അപ്പോൾ എന്തുകൊണ്ട്
ഈ പസ്നി എന്ന് പറയുന്ന തുറമുഖം പാകിസ്ഥാൻ നവീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് 2 ഉത്തരങ്ങളുണ്ട്. കാരണം ഒന്ന്, ഈ ഗ്വാദാർ എന്ന് പറയുന്ന മറ്റൊരു തുറമുഖം ചൈനയുമായി സഹകരിച്ച് പാകിസ്ഥാൻ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം ചൈനയെയും അതേസമയം തന്നെ അമേരിക്കയും കൂട്ടുപിടിച്ച് 2 തുറമുഖങ്ങൾ സജ്ജീകരിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ അജണ്ട. ഇതോടൊപ്പം ഇന്ത്യയുടെ ചബഹർ എന്ന് പറയുന്ന ഒരു തുറമുഖം ഇറാന്റെ അതിർത്തിയോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഏതാണ്ട് 200 കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ തുറമുഖത്തിന് ഒരു വെല്ലുവിളി കൊടുക്കുക എന്നുള്ളത് കൂടി പാകിസ്ഥാന്റെ രഹസ്യ അജണ്ടയുണ്ട്. ഏറ്റവും തന്ത്രപ്രധാന സംഗതി അതല്ല. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഇന്ത്യയുടെ INS വിക്രാന്ത്, വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് പാകിസ്ഥാന്റെ തുറമുഖങ്ങൾ ആക്രമിക്കാൻ സജ്ജമായി നിന്നിരുന്നു. ആ സമയത്ത് പാകിസ്ഥാന്റെ നേവി ഷിപ്പുകൾ, പാകിസ്ഥാന്റെ പടക്കപ്പലുകളെല്ലാം തന്നെ മറ്റ് വാണിജ്യ തുറമുഖങ്ങളിലേക്ക് അവർ മാറ്റി. സൈനിക താവളങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നേവൽ ബേസുകളിൽ നിന്ന് മറ്റ് തുറമുഖങ്ങളിലേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ ഇന്ത്യ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ പ്രധാന തുറമുഖമായ കറാച്ചി ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ഈ പറയുന്ന കയറ്റുമതി ഇറക്കുമതി എല്ലാ ബന്ധങ്ങളും പൂർണ്ണമായി അടയുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബദൽ മാർഗങ്ങൾ, ഇപ്പോൾ ഈ പറയുന്ന പോലെ പസ്നി, ഗ്വാദർ തുടങ്ങിയ തുറമുഖങ്ങൾ സജ്ജീകരിച്ച് വെക്കുക. അത് ചൈനയുടെയും അമേരിക്കയുടെയും നിയന്ത്രണത്തിലാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ അത് ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നേക്കാം. ഈ ഒരു സാധ്യതകൾ പരിഗണിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്ര ബന്ധപ്പെട്ട് ഈ തുറമുഖ നവീകരണം, അതേപോലെ തന്നെ ഈ പറയുന്ന ധാതു ഖനനത്തിനടക്കം മുൻകൈയെടുത്ത് ഇറങ്ങുന്നത് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഏതായാലും ആ രാജ്യത്തിനകത്ത് ഇത്രയും വലിയൊരു കരാർ അമേരിക്ക, സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വിദേശ നിക്ഷേപം വരുമ്പോൾ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്യുകയാണ് പതിവ്. പക്ഷെ പാകിസ്ഥാനിൽ സ്ഥിതി വ്യത്യസ്തമാണ്. അതിന് കാരണം സൈനിക മേധാവി, ഭരണകൂടത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് സൈനിക മേധാവി അദ്ദേഹത്തിന് കൃത്യമായ ലാഭ ഇച്ഛയോടുകൂടി അമേരിക്കയുമായി ഇത്തരത്തിലൊരു കരാർ ഉണ്ടാക്കി എന്നുള്ളതാണ് അവിടുത്തെ മുഖ്യ പ്രതിപക്ഷം തന്നെ ആരോപിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു വസ്തുത അവിടെ നിലനിൽക്കുകയാണ് പുതിയ കരാറുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. ഏതായാലും എന്താകും ഇതിൻ്റെ അനന്തരഫലം എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും.